ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമല ഷാജി നമുക്കറിയാം കേരളത്തിലുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റിയാണ്. സോ അവർക്ക് കൂടുതലായിട്ട് ഫാൻസ് ഉള്ളത് തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അതെന്താന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ റെക്കമെൻഡേഷൻ വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ തമ്പനയിൽ അമല ഷാജി ഉണ്ട്, അവരുടെ സിസ്റ്റർ ഉണ്ട്. അപ്പം അതിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സ് സ്കാം എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് സംഭവം എന്നൊക്കെ കയറി നോക്കാൻ, അതായത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് സ്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം എന്താണെന്ന് കയറി നോക്കാൻ നോക്കി. അപ്പം ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടുതൽ പൈസ ചോദിച്ചിട്ട് ഏതൊരു സംവിധായകൻ എന്തോ പറയുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ, ഇനി അതിനെയാണോ ഇവർ പറയുന്നതെന്ന് വിചാരിച്ചത്. പക്ഷെ തീർത്തും അതല്ല സംഭവം, ഇത് വേറൊരു സംഭവമാണ്. ഈ ഒരു സംഭവം കണ്ടപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലരും, അതായത് നമ്മുടെ മലയാളം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രൊമോഷൻസ് തന്നെയാണ്. അപ്പം ഇതിന്റെ സംഭവത്തിന്റെ ആധാരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇപ്പം ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. If you want to earn 20 to 30k while sitting at home, go message my friend Ananya Forex. Even I invest and got a lot of profit. So I'm suggesting you 100% trustable and genuine page. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു വീഡിയോയിൽ അമല ഷാജി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പുള്ള ഒരു, നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുന്ന 100% ഉറപ്പുള്ള പൈസ ഇരട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെ, അങ്ങനെ തന്നെ പറയാം. പൈസ ഇരട്ടിപ്പിക്കുന്ന ഒരു സംഭവം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഇരട്ടിയായിട്ട് കിട്ടുന്ന ഒരു സംഭവം, 100% പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ, ഒരു സ്റ്റോറി ആണെന്ന് തോന്നുന്നു, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവരുടെ ഫോളോവർ ആയിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു സംഭവത്തിൽ ചെന്ന് ചാടുകയും അതിനുശേഷം അദ്ദേഹത്തിന് കുറച്ച് പൈസ നഷ്ടപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഇതിൽ 100% എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾ ആലോചിക്കണം. അതിനുശേഷം ആ വ്യക്തിയുടെ പൈസ പോയി. അപ്പം ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റീസിനെ പലരും, അതായത് നമ്മുടെ മലയാളം സെലിബ്രിറ്റീസും തമിഴ് സെലിബ്രിറ്റി എല്ലാവരും ഇങ്ങനത്തെ പ്രൊമോഷൻസ് വീഡിയോസ് ചെയ്യാറുണ്ട്. അവർ സ്റ്റോറി ഇടുന്ന സമയത്ത് അതിനകത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള സംഭവം ഉണ്ടാവില്ല. അവർ ഇനി വീഡിയോ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിൽ പെട്ട് കിടക്കുന്നവർ തമ്മിൽ സംസാരിക്കാതിരിക്കാൻ, അതായത് ഒരാള് ഇതിൽ പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അപ്പം വന്ന് ആ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യും, നിങ്ങൾ ആരും പോയി ഇതിൽ പെടല്ലേ എന്നുള്ള സംഭവം. ആ സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ കമന്റ് ബോക്സ് ഓൺ ആക്കുന്ന പരിപാടിയേ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു സംഭവത്തിൽ കുടുങ്ങി പോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പം ഇതിപ്പം ഞാനിപ്പോൾ ആ വീഡിയോ റെക്കമെൻഡ് ചെയ്തപ്പോൾ ആ വീഡിയോ 1.3 മില്യൺ ആൾക്കാർ ആ സംഭവം കണ്ടിട്ടുണ്ട്, 13 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോയിലേക്കും പോയി, ആ വീഡിയോ ഏകദേശം 8 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. സോ അതായത് യൂട്യൂബേഴ്സ് ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ ഇതാക്കുന്നത്. ഇതിപ്പം അവരെ പോയിട്ട് ചീത്ത പറഞ്ഞിട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല, പക്ഷെ ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് അവർ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 100% ആ ഒരു വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് എന്തിന് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് ഇപ്പം 40 ലക്ഷം തോളം അല്ലെങ്കിൽ 4 മില്യൺ ഓളം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി വന്ന് സ്റ്റോറിയിൽ പറയാണ്, എനിക്ക് 100% ഉറപ്പുണ്ട് പ്രോഫിറ്റ് തിരികെ കിട്ടും, അല്ലെങ്കിൽ പ്രോഫിറ്റ് പൈസ കൂടുതൽ കിട്ടും എന്നുള്ള രീതിയിൽ വന്ന് പറയുമ്പോൾ 4 ലക്ഷം ആൾക്കാരുണ്ട്. ഇപ്പം ഈ പുതുതായിട്ട് ഇൻസ്റ്റഗ്രാം എടുത്തവരുണ്ടാവാം, പഴയ ആൾക്കാരുണ്ടാവാം, അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സ്കാമിനെ പറ്റി കുറച്ചൊക്കെ ബോധം ഉണ്ടാവും. ബിക്കോസ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഒരുപാട് പേര് പറ്റിക്കുന്നുണ്ടെന്നൊക്കെ. പക്ഷെ പുതുതായിട്ടൊരു ഫോൺ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ ഇത് കൊള്ളാലോ, അല്ലെങ്കിൽ തന്നെ കുറച്ച് പൈസയായിട്ട് അത്യാവശ്യം കടവും കള്ളിയായിക്കാണ്, അപ്പൊ കുറച്ച് പൈസ കൂടുതൽ കിട്ടിയാൽ എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും, 100% ഉണ്ടാവും. അതിപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് നമ്മളെല്ലാവരും പൈസ കൂടുതൽ കിട്ടും എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മണ്ടന്മാരാവുകയാണ്. പലപ്പോഴും ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നിന്ന് റിട്ടേണും കാര്യങ്ങളും ഒന്നും കിട്ടാറില്ല. അത് എന്ന് വെച്ചാൽ ചിലർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 500 രൂപ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് നോക്കും. ഈ 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ 1000 രൂപ റിട്ടേൺ തരും. ചിലർ അതും കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ പിന്നെ ഇത് ചെയ്യണം എന്ന് പറയും. ഈ 1000 രൂപ തിരിച്ചു കിട്ടുമ്പോൾ എനിക്ക് പൈസ കിട്ടി, എനിക്ക് 1000 രൂപ കിട്ടി എന്നുള്ള രീതിയിൽ നിൽക്കും. പിന്നെ ഈ കിട്ടിയ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ കുറച്ചും കൂടി പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇവർ പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്ര പൈസ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് തരാൻ പറ്റുള്ളൂ. അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മളാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ പോയല്ലോ, അപ്പൊ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങി പൈസ കൊടുക്കും. അവസാനം കംപ്ലീറ്റ്ലി 3G അവർ പോകും.
ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പം ഇത് തന്നെയാണ് ഇപ്പം അമല ഷാജിയും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് സ്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടുള്ളത്. ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കാരണം പൈസ പോയ ഒരു സംഭവം തന്നെ. എനിക്ക് തോന്നുന്നു അതിനുശേഷം 2-3 വീഡിയോ റെക്കമെൻഡേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. AVM പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ അതിന് വ്യക്തമായിട്ട്, തമിഴ് വീഡിയോയിൽ വ്യക്തമായിട്ട് ഈ ഒരു സംഭവത്തെ പറ്റി വ്യക്തമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ MT ഹാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലും ഈ ഒരു സംഭവത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇതാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സും പലരിലെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിട്ടേൺ കിട്ടും എന്നുള്ള രീതിയിലുള്ള പലരുടെയും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻഫ്ലുവൻസേഴ്സിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം ക്രെഡിബിലിറ്റി അല്ല, ഇപ്പം സത്യസന്ധമായിട്ട് ഈ ഒരു സംഭവം പ്രൊഡക്റ്റ് മുന്നോട്ട് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതായത് ജെന്യുവിനായിട്ട് ഈ ഒരു സംഭവത്തിൽ വിജയിക്കണം, അങ്ങനത്തെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തണം എന്നൊക്കെയുള്ള രീതിയിൽ ജെന്യുവിനായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് പൈസ മേടിച്ച് നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവും. പറ്റിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. പൈസയുടെ കാര്യമല്ല പറയുന്നത്, ഓരോ പ്രൊഡക്റ്റിന്റെ കാര്യം. ഇങ്ങനെ പ്രൊഡക്റ്റിന്റെയും മറ്റും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ പോലും, അതായത് ഈ ഒരു സംഭവം കാരണം, ഇങ്ങനെ ഈ ഒരു സ്കാമും കാര്യങ്ങളും ഒക്കെ കാരണം, അതായത് ഒരിക്കൽ പറ്റിക്കപ്പെട്ടവന്റെ മനസ്സിൽ ഉണ്ടാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഇപ്പം അത് 100% ജെന്യുവൻ ആണെങ്കിൽ പോലും അവന്റെ മനസ്സിലുണ്ടാവുന്ന ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് ഇത് പറ്റിക്കാൻ വേണ്ടി ഇടുന്നതാണ്. അവർക്ക് അത് പൈസ കിട്ടും, അപ്പൊ അവർ പറ്റിക്കാൻ വേണ്ടി ഇടുന്നതാണെന്നുള്ള രീതിയിലേക്ക് ചിന്തകൾ വരും. അപ്പം ഇപ്പം ഇൻഫ്ലുവൻസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എല്ലാവരും ചെറിയൊരു എമൗണ്ട് ഓഫ് പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബൊക്കെ ചെറിയൊരു എമൗണ്ട് ഓഫ് പൈസ കൊടുക്കും. അതിപ്പം ചെറിയ ചെറിയ വ്യൂവർഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പം ഇൻഫ്ലുവൻസേഴ്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ പെയ്ഡ് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇപ്പം ഇതിനകത്തേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് ഈ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമാനമാണ്. അപ്പം ഇങ്ങനെ കിട്ടുന്ന വരുമാനം അത് ഓക്കെ, ഇതിപ്പം ഇങ്ങനൊരു സംഭവത്തിൽ നിന്ന് ഈ വരുമാനം മേടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഈ ഒരു പൈസ മേടിക്കുന്നത്. അത് പിന്നെ നിങ്ങളെ ആ ഒരു ചാനലിനെ ഡൗൺ ആക്കുന്നത് മാത്രമല്ല, മൊത്തത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പം ഒരു പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളൊന്നും ആൾക്കാർ സമീപിക്കാതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ ഒരുപാട്, അതായത് കുറെ പൈസയും കാര്യങ്ങളൊന്നും കയ്യിലില്ലാത്ത ആൾക്കാരായിരിക്കും ചെറിയ നുള്ളിപ്പെറുക്കി കൂട്ടി വെച്ച പൈസയൊക്കെ ആയിരിക്കും ഇതേപോലുള്ള സംഭവത്തിൽ കൊണ്ടുപോയി ഇടാൻ പോകുന്നത്. അവിടെ ഒരു വണ്ടിയിൽ പ്രസംഗം നടത്തി പോകുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് ജെന്യുവൻ ആയിട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ബിക്കോസ് നിങ്ങളിപ്പം പല സ്റ്റോറികളും, അതായത് ഇൻഫ്ലുവൻസേഴ്സിന്റെയും പലരുടെയൊക്കെ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അത് ജെന്യുവൻ അല്ല, മീൻസ് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കുക. ഭൂരിഭാഗത്തിന്റെയും കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കും. അല്ലെങ്കിൽ കമന്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് വരുന്ന കമന്റുകൾ ഡിലീറ്റ് ചെയ്യുന്ന ടീംസും ഉണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കുക. ഇപ്പൊ നമുക്ക് ആ ഒരു സംഭവമേ പറയാൻ പറ്റുള്ളൂ. പെടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാം. ഈ മണി ഡബിൾ ചെയ്യാന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഭൂരിഭാഗം, അല്ലെങ്കിൽ ഒരു 100 ഇപ്പം നമുക്കത് 100% എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് പറയാം. ബിക്കോസ് അങ്ങനെ ഇരട്ടിച്ച് കിട്ടാനൊന്നും പോകുന്നില്ല. അത് പറ്റിക്കപ്പെടാൻ തന്നെയായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങളിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അപ്പം ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതേ ഒരു സംഭവത്തിനെ ഏതൊരു ബിഗ് ബോസ് സീസൺ കഴിഞ്ഞ ശേഷം ഏതൊരു ബിഗ് ബോസ് വിന്നർ ഇതേപോലെ ഒരു പോസ്റ്റ് ഇടുകയും അങ്ങനെ ആ ഒരു ഇത് ഭയങ്കര ഇഷ്യൂ ആവുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴും ഇതിൽ ചെന്ന് ചാടുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഇൻഫ്ലുവൻസേഴ്സ് സ്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അമല ഷാജിയുടെയും അവരുടെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പം ഒരുപാട് വീഡിയോസ് വരുന്നത് സംഭവം എന്ന് പറയുന്നത്. സോ അവർ ചെയ്തത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. ബിക്കോസ് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും 100% എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ വീഡിയോ, അതായത് 100% പ്രോഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു കാര്യം പറയുന്നത്. ഇപ്പം അവരെ എങ്ങനെയായിരിക്കും സമീപിച്ചിട്ടുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ, അവരെ ആ ഒരു വ്യക്തി, ഞാൻ ഇന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടും, അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ അവരുടെ പേജൊക്കെ നോക്കും. ഇവരുണ്ടാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ ഫുൾ ഫേക്ക് ഡാറ്റാസ് ആയിരിക്കും. ഈ ഒരു പൈസ ഇരട്ടിപ്പിക്കുന്നവരെ ഇതിൽ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇവര് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഓക്കെ നമ്മൾ ചെയ്യാം, ഇത്ര രൂപ കിട്ടും, ഓക്കെ സ്റ്റോറി ഇടുന്നു, അവർക്ക് ആ പൈസ കിട്ടുന്നു, അവരത് പോകുന്നു. പക്ഷെ അവരിലൂടെ
അതായത് നമ്മളിപ്പോൾ ഒരാളെ കൊണ്ട് ഈ സ്റ്റോറി പ്രൊമോഷൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരിലൂടെ മറ്റവർക്ക് കിട്ടുന്ന എമൗണ്ട് വളരെ കൂടിയ എമൗണ്ടുകളായിരിക്കും. അപ്പം അതായത് അവരും ചെയ്യുന്നത് അവർ ചെറിയൊരു ചൂണ്ട കൊടുത്തിൽ ഈ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സിനെ ഇതാക്കുന്നു, ഇൻഫ്ലുവൻസേഴ്സിനെ കൊളുത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം മെയിനായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ ഒരു വീഡിയോയും കണ്ടിട്ട് അതിൽ പോയി വീഴും. അങ്ങനെയാണ് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഇതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു സംഭവം റെക്കമെൻഡേഷൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. ബിക്കോസ് പലപ്പോഴായി പലരും പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക, ഇങ്ങനെ പോയി പെടരുത് എന്നുള്ളൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാണ്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത് മനസ്സിലാവും, അതായത് ജെന്യൂൻ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയിട്ട് ഒന്ന് ഇതാക്കിയിട്ട് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക. സ്റ്റോറി ആയാലും മെൻഷൻസ് ആയാലും എല്ലാത്തിലേക്കും ഇറങ്ങിത്തിരിക്കുക എന്ന് മാത്രം പറയുന്നു. ഓക്കെ, അപ്പം ഇപ്പം ഇതിനു മുന്നേ ചെയ്തവരുണ്ടെങ്കിൽ ഇനി വരുന്ന ഇതിലെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.